ഇതേ വരുന്ന തിങ്കളാഴ്ച സ്തമിച്ച ചൊവ്വാഴ്ച രാത്രി, രക്ഷപ്പെടാൻ അള്ളാഹു നമുക്ക് നൽകിയ രാത്രി, നമുക്ക് പറയുന്ന ബറാത്ത് രാത്രി, വിശുദ്ധ ഖുർആൻ പറയുന്ന ലൈലത്തും മുബാറക്കമായ രാത്രി. ഈ രാത്രിയിൽ നാം എന്ത് കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒരുപാട് ഉസ്താദന്മാർ പല കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഒറ്റ വേദിയിൽ ശ്രദ്ധിക്കേണ്ട മുഴുവൻ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് പരിപൂർണം കണ്ടാൽ അന്ന് ചെയ്യേണ്ട എല്ലാ കർമ്മങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വരുന്നുണ്ട്. യാ റസൂലല്ലാഹ്, ഇന്ന് ബറാത്തിൻ്റെ രാത്രിയാണ്, ശഅബാൻ്റെ പകുതിയുടെ രാത്രിയാണ്. അതുകൊണ്ട് യാ റസൂലല്ലാഹ് ഇജ്തഹിദ് ഫി ഹാദിഹിൽ ലൈല, ഈ രാത്രിയിൽ അധ്വാനിക്കണം നബിയെ. ഫഇന്നഹാ ഫിഹാ തുഖ്ദൽ ഹവായിജ്, നബിയെ എല്ലാ ആവശ്യങ്ങളും, തുഖ്ദൽ ഹവായിജ്, നബിയുടെ എല്ലാ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന, രക്ഷപ്പെടാൻ പറ്റിയ ഒരു രാത്രിയാണ് ഇന്ന്. അതുകൊണ്ട് ഇന്ന് ഇത് ഉപയോഗപ്പെടുത്തണം നബി എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു. വിശുദ്ധ ഖുർആൻ ലൈലത്തുൽ മുബാറക്ക, അനുഗ്രഹീതമായ രാത്രി എന്ന് പറഞ്ഞ നാമൊക്കെ പറയുന്ന ലൈലത്തുൽ ബറാത്തിൻ്റെ രാത്രി. ബറാത്ത് എന്ന് പറഞ്ഞാൽ മോചനയുടെ രാത്രി. എല്ലാത്തിന്നും മോചനയാണ്. നമുക്ക് നരകത്തിൽ നിന്ന് മോചനം, നമ്മുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അത് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, രോഗങ്ങളാകട്ടെ, അല്ലെങ്കിൽ മാനസികമായ ബുദ്ധിമുട്ടുകളാകട്ടെ, അല്ലെങ്കിൽ സാമ്പത്തികമായ കടങ്ങൾ, വീടില്ലായ്മ, അങ്ങനെ ഏത് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടോ അതിനൊക്കെ ബറാത്ത് കിട്ടുന്ന ഒരു രാത്രിയാണ്. അതുപോലെ ലൈലത്തുർ റഹ്മ, റഹ്മത്തിൻ്റെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങുന്ന രാത്രി. ലൈലത്തുൽ ഇജാബ, ദുആക്ക് ഉത്തരം കിട്ടുന്ന രാത്രിയാണ്. ഒരുപാട് ലൈലത്തുൽ ഇസ്മ, എല്ലാത്തിനും കാവൽ കിട്ടുന്ന രാത്രിയാണ്. നമുക്ക് വരുന്ന എല്ലാ പരീക്ഷണങ്ങൾക്ക് കാവൽ കിട്ടുന്ന ഒരു രാത്രിയും കൂടിയാണ് ഈ രാത്രി. എൻ്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഏത് രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിപൂർണമായി ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുകയാണെങ്കിൽ വളരെ മനോഹരമായ രീതിയിൽ, കാരണം ഒരുപാട് കാര്യങ്ങൾ ആ ദിക്ർ പറയണം, ഈ ദിക്ർ പറയണം എന്ന് പറയുമ്പോൾ നമുക്ക് ലൈലത്തുൽ മുബാറക്കായ ലൈലത്തുൽ ബറാത്തിൻ്റെ രാത്രിയുടെ പരിപൂർണ ശ്രേഷ്ഠത, അതിൻ്റെ പുണ്യങ്ങൾ നമുക്ക് നേടുകയും അതിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ചെയ്യേണ്ടത് വരും. ഇപ്പോൾ നമുക്ക് പറയാറുണ്ട് സൂറത്ത് യാസിൻ ഓതണം എന്ന് പറയും. അപ്പോൾ ചിലപ്പോൾ സ്ത്രീകളാണ്, അവർക്ക് ചിലപ്പോൾ സൂറത്ത് യാസിൻ ഓതാൻ അവരെ കൊണ്ട് സാധിക്കില്ല. കാരണം അവർക്ക് ആ സമയത്ത് ശരീരം ശുദ്ധിയുള്ള പ്രായമല്ലല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്യണം? എല്ലാത്തിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നാം വിശദീകരിക്കുന്നത്. ഈ രാത്രിയെക്കുറിച്ച് പറയുന്നത് തഫ്രീഖും ഫിഹ, തഫ്രീഖ്, നമ്മുടെ തഫ്രീഖ് അംറിൻ, എല്ലാ ഫിഹ, എല്ലാ കാര്യങ്ങളെ തഫ്രീഖ് ചെയ്യപ്പെടുന്ന, അതുപോലെ മഗ്ഫിറത്തിൻ്റെ രാത്രി, ഇങ്ങനെ ഒരുപാട് പേരുകളെ കൊണ്ടറിയപ്പെട്ട രാത്രിയാണ്. അതുകൊണ്ടാണ് മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അർദ്ധരാത്രി നോക്കുമ്പോൾ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അരികിൽ കാണുന്നില്ല. എവിടെയാണ് മുത്തായ റസൂൽ പോയത്? എവിടെയെങ്കിലും ഏതെങ്കിലും ഭാര്യമാരുടെ അരികിൽ പോയോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് പുറത്തിറങ്ങി നോക്കുമ്പോൾ മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ജന്നത്തുൽ ബഖീൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു രംഗമാണ് കാണുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരികിൽ പോയപ്പോൾ എന്താ ആയിഷ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ വിചാരിച്ചു നിങ്ങൾ ഏതെങ്കിലും ഭാര്യയുടെ അടുക്കൽ പോയോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ പറഞ്ഞു ഭാര്യയോട്, ഇന്നത്തെ രാത്രി എന്ന് പറയുന്നത് ശഅബാൻ്റെ പകുതിയുടെ രാത്രിയാണ്. കൽബ് ഗോത്രക്കാരുടെ ആടിൻ്റെ രോമമനുസരിച്ച് പാവങ്ങൾ പൊറുത്തു കൊടുക്കുന്ന വലിയ ഒരു അനുഗ്രഹീതമായ രാത്രിയാണ് എന്ന് മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കപ്പെട്ട ഈ രാത്രിയിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യമെന്നാണ്. ഈ രാത്രിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങുന്ന രാത്രിയാണ്. അതുകൊണ്ട് ഈ രാത്രിയിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് ചോദിക്കുന്നു, അലാ മിൻ മുസ്തഗ്ഫിരിൻ, ആരാണ് എന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നത്? ഫഗ്ഫിർ ലഹു, ഞാൻ അവനിക്ക് പൊറുത്തു കൊടുക്കും. അലാ മുസ്തർസിഖിൻ, ആരാണ് എന്നോട് റിസ്ക് ചോദിക്കുന്നത്? ഫർസുഖു, ഞാൻ അവനിക്ക് റിസ്ക് നൽകും. ആരാണ് എന്നോട് പരീക്ഷണങ്ങൾ എന്നൊരു കാവൽ ചോദിക്കുന്നത്? വാഫീഹി, അവനിക്ക് ഞാൻ ആഫിയത്ത് നൽകും. ഇങ്ങനെ അലാ ഖദ വ ഖദ,
ഹത്താ യത്ലുഉൽ ഫജ്ർ, സൂര്യൻ ഉദിക്കുന്നത് വരെ, സുബഹി വരെ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ചോദിക്കുന്നുണ്ട്. റിസ്ക് ചോദിച്ചാൽ അള്ളാഹു റിസ്ക് നൽകും, പാവങ്ങളെ പൊറുക്കാൻ ചോദിച്ചാൽ അള്ളാഹു പൊറുത്തു തരും. അതോടൊപ്പം അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല പരീക്ഷണങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ ആ പരീക്ഷണങ്ങൾ അള്ളാഹു മാറ്റിത്തരും. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല എല്ലാത്തിനും രക്ഷപ്പെടാൻ ഒരു രാത്രിയായി വെച്ച ബറാത്തിൻ്റെ രാത്രി എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. നാം എന്ത് കാര്യമാണ് ശ്രദ്ധിക്കുന്നത്? ഒരു 6 കാര്യം ശ്രദ്ധിച്ചാൽ ബറാത്ത് മൊത്തം എൻ്റെ പ്രിയപ്പെട്ടവരെ അതിൻ്റെ പുണ്യം നമുക്ക് നേടാൻ സാധിക്കും. ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് സൂറത്ത് യാസീൻ തന്നെയാണ്. സൂറത്ത് യാസീൻ ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത്. സൂറത്ത് യാസീൻ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. സൂറത്ത് യാസീൻ ഓതുമ്പോൾ നിയ്യത്ത് ചെയ്യേണ്ട കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ യാസീൻ നാം ഓതേണ്ടത് ദീർഘായുസിന് വേണ്ടിയാണ്. ദീർഘായുസിന് വേണ്ടി നിയ്യത്ത് വെക്കുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വെറുതെ ഇങ്ങനെ ഒരുപാട് ദീർഘായുസ് കിട്ടിയത് കൊണ്ട് ഒരു കാര്യവുമില്ല. അള്ളാഹുവിൻ്റെ ത്വാഅത്തിലായി ഇബാദത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവിനനുസരിച്ചുകൊണ്ട് നല്ലൊരു ജീവിതത്തിന് വേണ്ടി ദീർഘായുസ് കിട്ടണം. അതിനുവേണ്ടി നിയ്യത്ത് വെച്ചുകൊണ്ടാണ് ഒന്നാമത്തെ യാസീൻ ഓതേണ്ടത്. രണ്ടാമത്തെ യാസീൻ റിസ്ക്കിൽ വിശാലത. റിസ്ക്കിൽ വിശാലത എന്ന് പറയുമ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യമൊന്നും മാത്രമല്ല, നമ്മുടെ എല്ലാ കാര്യങ്ങളും. നമുക്ക് ഉദാഹരണത്തിന് ഒരു വീട് വേണം, ആ സമയത്ത് അത് ഒരു റിസ്ക്കാണ്. അതുപോലെ നമ്മുടെ മകളുടെ വിവാഹം കഴിക്കുന്ന സമയത്ത് അവൾക്ക് അനുയോജ്യമായൊരു ഭർത്താവിനെ കിട്ടണം, അല്ലെങ്കിൽ നമുക്കൊരു അനുയോജ്യമായൊരു ഭാര്യയെ കിട്ടണം. അങ്ങനെ റിസ്ക്കുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിനും നിയ്യത്ത് ചെയ്തുകൊണ്ട് രണ്ടാമത്തെ യാസീൻ ഓതണം. മൂന്നാമത്തെ യാസീൻ ഓതേണ്ടത് മരിക്കുന്ന നേരം ഈമാനോട് കൂടി മരണപ്പെടാൻ വേണ്ടി. ഇങ്ങനെയാണ് 3 യാസീൻ ഓതേണ്ടത്. ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വുളുവോട് കൂടി ഓതുക. കാണാതെ എനിക്കറിയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഓതിയാൽ പറ്റൂല. ഒതുവോട് കൂടി ഓതുക, ഖിബ്ലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഓതുക, സംസാരിക്കാതെ ഓതുക, നോക്കിക്കൊണ്ട് ഓതുക. നിങ്ങൾ കാണാതെ അറിയുന്നവരാണെങ്കിൽ മുസ്താഫ് കയ്യിൽ പിടിക്കൽ ബർക്കത്താണ്, മുസ്താഫ് നോക്കൽ ബർക്കത്താണ്. കാണാതെ ഓതുന്നതിനേക്കാൾ നോക്കി ഓതുന്നതിന് 7 യാസീൻ ഓതിയ പുണ്യം കിട്ടും. ഒരു യാസീൻ ഓതിയാൽ തന്നെ 12 ഖത്മുൽ ഖുർആൻ ഓതിയ പ്രതിഫലം കിട്ടും. അപ്പോൾ 7 യാസീൻ ഓതുകയാണെങ്കിൽ എത്ര ഖത്മുൽ ഖുർആൻ ഓതിയ പ്രതിഫലമാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഓതുന്ന സമയത്ത് നോക്കിക്കൊണ്ട് ഓതാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു തെറ്റുകൂടാതെ കണ്ട് സൂറത്ത് യാസീൻ 3 വിഷയത്തിൽ നിയ്യത്ത് വെച്ചുകൊണ്ട് ഓതണം. രണ്ടാമത്തെ കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ രാത്രിക്ക് മറ്റൊരു പേരുണ്ട്, ലൈലത്തുൽ ഇജാബ എന്ന്. ഇജാബ് എന്ന് പറഞ്ഞാൽ ഉത്തരം നൽകുന്ന രാത്രിയാണ്. ഇസ്തജാബു ഫീഹ ദുആ. ആ രാത്രി നാം അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു ഉത്തരം നൽകുമെന്ന് നമുക്ക് കാണാം. അപ്പോൾ ആ രാത്രിയിൽ ദുആക്ക് ഇജാബത്തുള്ള രാത്രി ആയതുകൊണ്ട് ദുആക്ക് ഏറെ പ്രാധാന്യം കൊടുക്കേണ്ട രാത്രിയാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം ദുആയാണ്. എന്തു ചോദിച്ചാൽ ലാ യറുദ്ദുൽ ഖളാ ഇല്ലാ ബിദ്ദുആ. ദുആ കൊണ്ടല്ലാതെ നമ്മുടെ ഏത് ഖളാ ഉണ്ടെങ്കിൽ അത് ദുആ അത് തെറ്റിച്ചു കളയും. അള്ളാഹുവിനോട് ദുആ ചെയ്യണം. നമുക്ക് ചോദിക്കേണ്ട കാര്യം എന്ത് ചോദിക്കണമെന്ന് നിങ്ങൾ ചോയ്സ് ചെയ്യണം. അള്ളാഹുവിനോട് ചോദിക്കണം. തീർച്ചയായും അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ഇജാബത്ത് നൽകുമെന്നാണ്. ലാ യസീദുൽ ഉംറ ഇല്ല ബിർ. നന്മ കൊണ്ടല്ലാതെ അള്ളാഹു ആയുസിനെ ജാസ്തിയാക്കൂല എന്ന ഹദീസിൽ പറയുന്നുണ്ട്. അതായത് ദുആ ഖളാന് വരെ തെറ്റിക്കാനുള്ള ഒരു ശക്തിയാണ് ദുആ. അതുകൊണ്ട് ദുആക്ക് വളരെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു രാത്രിയും കൂടിയാണ് ബറാത്തിൻ്റെ രാത്രി. മൂന്നാമതായി നാം ശ്രദ്ധിക്കേണ്ടത് നോമ്പാണ്. നോമ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ദിവസം നോമ്പ് നോക്കുകയും, കാരണം ഒരു ഹദീസ് ഇങ്ങനെയാണല്ലോ, നക്കു അബ്ദാനക്കും ബിസോമി ഷഅബാൻ, അതായത് ഷഅബാൻ്റെ നോമ്പ് കൊണ്ട് നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ശുദ്ധീകരിക്കുക എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഷഅബാൻ്റെ നോമ്പ് എന്ന് പറയുന്നത്, ഒരാൾ അള്ളാഹുവിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷഅബാൻ്റെ ഒരു 3 നോമ്പ് നോക്കിയാൽ അള്ളാഹുവിനെ കാണാൻ സാധിക്കുമെന്നാണ്. അപ്പോൾ നോമ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. നോമ്പിനെ കുറിച്ച് ഒരുപാട് ഹദീസുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിലോട്ട് പ്രവേശിച്ചാൽ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോകും. നോമ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അന്നത്തെ രാത്രി നമസ്കരിക്കുകയും പകൽ നോമ്പ് നോക്കുകയും ചെയ്യണമെന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഷഅബാൻ്റെ ഒരു രാത്രി മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് ചോദിച്ചു, ഓ ആയിഷ, ഇന്ന് ഷഅബാൻ്റെ പകുതിയുടെ രാത്രിയാണ്, അതുകൊണ്ട് ഇന്ന് ബറാത്തിൻ്റെ രാത്രിയാണ്, അതുകൊണ്ട് എനിക്ക് ഇന്ന് നീ സമ്മതം നൽകുമോ, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ സമ്മതം നൽകുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ആയിഷ റളിയല്ലാഹുവിന് സമ്മതം കൊടുക്കുകയും, അങ്ങനെ ആയിഷ റളിയല്ലാഹു പറയുന്നു, അങ്ങനെ നമസ്കാരത്തിന് അള്ളാഹുവിൻ്റെ റസൂൽ കൈകെട്ടി. എന്നിട്ടോ ആദ്യം റക്അത്തിൽ ചുരുങ്ങിയ
രീതിയിൽ ഖിയാമ് പൂർത്തീകരിച്ചു. ഫാത്തിഹ ഓതി, ചെറിയ സൂറത്ത് ഓതി, അത് കഴിഞ്ഞ് റുക്ക്, അത് കഴിഞ്ഞ് സുജൂദ്. സുജൂദിൻ്റെ ദൈർഘ്യം വല്ലാത്ത ദൈർഘ്യമാണ്. അർദ്ധരാത്രി വരെ ആദ്യത്തെ 1-ാമത്തെ റക്അത്തുള്ള സുജൂദ്, 2-ാം റക്അത്തിൻ്റെ സുജൂദ് സുബ്ഹി വരെ നീണ്ടു നിന്നു. ഞാനിത് കാണുമ്പോൾ വിചാരിച്ചു, മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹ് പോയോ, റസൂൽ വഫാത്തായോ എന്ന് പേടിച്ച്. അങ്ങനെ റസൂലിൻ്റെ ഉള്ളംകാലിൽ ഞാൻ തൊട്ടു നോക്കി. അപ്പോൾ കാലൊന്നങ്ങ് അനക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി റസൂലിൻ്റെ റൂഹ് പോയിട്ടില്ല എന്ന്. അത്രത്തോളം ദീർഘിച്ച നിസ്കാരമായിരുന്നു ബറാത്തിൻ്റെ രാത്രി മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. അപ്പോൾ 3-ാമത്തെ കാര്യം നോമ്പാണ്. 4-ാമത്തെ കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ, അതായത് ശഅബാൻ എന്നുള്ളത് മഗ്ഫിറത്തിൻ്റെ രാത്രിയാണ്. അതുകൊണ്ട് ധാരാളം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെല്ലണം, അള്ളാഹുവിനോട് തൗബ ചെയ്യേണ്ട രാത്രിയാണ്. അള്ളാഹുവിനോട് നാം ചെയ്യുന്ന തൗബ തീർച്ചയായും അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന രാത്രിയാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ധാരാളം ചൊല്ലണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. യാ ഗഫാർ യാ അള്ളാഹ്, അങ്ങനെ അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അല്ലാഹുമ്മ ഗഫിറതുക ഔസു മിൻ ദുനൂബി വറഹ്മതുക അർജാ ഇന്ദി മിൻ അമൽ. നമുക്ക് ഏത് ഇസ്തിഗ്ഫാർ പറയാൻ അറിയുന്നോ ആ ഇസ്തിഗ്ഫാർ തൗബ നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുക. ഇനി ഒരിക്കലും ആ ദോഷത്തിലേക്ക് മടങ്ങുകയില്ല എന്ന അതിൻ്റെ ഷർത്തുകൾ പാലിച്ചുകൊണ്ട് തൗബ ചെയ്യുകയാണെങ്കിൽ വലിയ വലിയ പാപങ്ങൾ വരെ അള്ളാഹു പൊരുത്തു തരുന്ന രാത്രിയാണ്. അതുപോലെ 5-ാമത്തെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തെങ്കിലും ഒരു നമ്മളിന്ന് മരണപ്പെട്ടവരുടെ പേരിൽ, ആരുടെ പേരിലാവട്ടെ, എന്തെങ്കിലും ഒരു സ്വദഖ, അസ്വദഖത്തു തുത്ഫിഉ ഗളബർ റബ്ബ്, അള്ളാഹുവിൻ്റെ ആ ഗളബർ റബ്ബ് ദേശത്തെ അത് കെടുത്തുന്നതാണ്. അതുപോലെ തുദ്ഫു മീതത്തുസു, മോശമായ മരണത്തെ തടയുന്നതാണ് ഈ സ്വദഖ എന്നുള്ളത്. എന്തെങ്കിലും ഒരു സ്വദഖ പാവങ്ങൾക്കോ നമ്മുടെ കുടുംബങ്ങളിലോ ആർക്കാണ് അത്യാവശ്യമുള്ളത് അവർ തിരഞ്ഞെടുത്തവർക്ക് എന്തെങ്കിലും നൽകുക. വലിയ പുണ്യമുള്ള രാത്രിയാണ്, വലിയ പ്രതിഫലം കിട്ടുന്ന രാത്രിയാണ്, സ്വദഖത്തിന് ഇരട്ടി പ്രതിഫലം കിട്ടുന്ന രാത്രിയാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. 6-ാമതായി ശ്രദ്ധിക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട ഒരു തസ്ബീഹാണ്. ഈ രാത്രിയിൽ ആ തസ്ബീഹ് ഒരാൾ ചൊല്ലുകയാണെങ്കിൽ അതിൻ്റെ കണക്കനുസരിച്ച് കൊണ്ട് ഒരാൾ ഈ തസ്ബീഹ് ഇന്നത്തെ രാത്രി, എൻ്റെ പ്രിയപ്പെട്ടവരെ, ബറാത്തിൻ്റെ രാത്രി ചൊല്ലുകയാണെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അതിൻ്റെ ഒരു കണക്ക് പറയുന്നുണ്ട്, 2375 പ്രാവശ്യം ഒരാൾ ഈ തസ്ബീഹ് പറയുകയാണെങ്കിൽ ആ ഒരു വർഷം മുഴുവനും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവനിക്ക് എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും എല്ലാ ഭയങ്ങളിൽ നിന്നും അള്ളാഹുവിൻ്റെ കാവലുണ്ടാവും. ആ ഒരു വർഷം അവനിക്ക് അള്ളാഹു അവനെ വേദനിപ്പിക്കുന്ന ഒരു പരീക്ഷണവും അവനിക്ക് ആ ഒരു വർഷം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഈ ദിക്റിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ ആദ്യത്തെക്കുറിച്ച് പറയുന്നത് അവ്വലുഹു തഹ്ലീൽ, അതിൻ്റെ ആദ്യം തഹ്ലീലാണ്. അതുപോലെ അതിൻ്റെ മധ്യത്തിൽ വരുന്നത് ഔസതുഹു, അതിൻ്റെ മധ്യത്തിൽ വരുന്നത് തസ്ബീഹാണ്. ആഖിറുഹു, അതിൻ്റെ അവസാനം, അതായത് നാം ചെയ്ത തെറ്റിനെ കുറിച്ച് അള്ളാഹുവിനോട് പാപമോചനം തേടുന്ന ഒരു ദിക്ർ കൂടിയായതുകൊണ്ട് എന്തുകൊണ്ടും ഈ ദിക്ർ കാവലാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. നമുക്കൊക്കെ മനഃപ്പാഠം അറിയുന്ന ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നുള്ളത്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ അതനുസരിച്ച് കൊണ്ടത് ചൊല്ലുകയാണെങ്കിൽ ഒരു വർഷത്തേക്ക് പ്രത്യേകമായ അള്ളാഹുവിൻ്റെ കാവലും അതോടൊപ്പം എല്ലാ ഭയങ്ങളെ തൊട്ട് അള്ളാഹുവിൽ നിന്ന് രക്ഷയും ഇൻഷാ അല്ലാഹ് ഉണ്ടാകുമെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ കാര്യം വളരെ ഗൗരവമുള്ളതാണ്. ഈ ദിക്ർ ഇൻഷാ അല്ലാഹ് അന്നത്തെ രാത്രി നാം പതിവാക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പരിശുദ്ധ അന്നത്തെ പകലിൽ നോമ്പ് നോക്കിയാൽ ഹറമല്ലാഹു ജസദഹു അലന്നാർ, നരകത്തിന് അവൻ്റെ ശരീരത്തെ ഹറാമാക്കുമെന്ന് ഹദീസുണ്ട്. ഒരുപാട് അയ്യൂബ് നബിയുടെ പ്രതിഫലം നൽകപ്പെടുമെന്നുള്ള ഹദീസൊക്കെ ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാഹ് ബറാത്തിൻ്റെ രാത്രി ഒരു 6 കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൻ്റെ പരിപൂർണമായ പുണ്യം നമുക്ക് നേടാൻ സാധിക്കും. 1 യാസീൻ, 2-ാമത്തത് ദുആ, 3-ാമത്തത് നോമ്പ്, 4-ാമത്തത് മഗ്ഫിറത്ത്, അല്ലാഹുവിനോട് പാപമോചനം ചോദിക്കുക, 5 സ്വദഖ, 6 ഈ ഒരു തസ്ബീഹാണ്. ഇതിത്ര പറയലോടുകൂടി അതിൻ്റെ പരിപൂർണമായ പുണ്യം നമുക്ക് നേടാൻ സാധിക്കും. രാത്രി ഇബാദത്ത് ചെയ്യാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കുവാണെങ്കിൽ ഇബാദത്തുകളെ കൊണ്ട് ശുഗലാകണം. അതിന് സാധ്യമല്ലെങ്കിൽ അന്നത്തെ രാത്രിയുടെ മഗ്രിബ്, ഇശ, സുബ്ഹി പള്ളിയിൽ പോയി ഇമാം ജമാഅത്തായി നിസ്കരിക്കാൻ ശ്രദ്ധിക്കണം. സ്ത്രീകൾ വീട്ടിൽ തന്നെ ഇമാം ജമാഅത്തായി നിസ്കരിക്കാൻ ശ്രദ്ധിക്കണം. വളരെ രാത്രി പരിപൂർണമായ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കിയ പുണ്യം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നൽകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ ബറാത്തിൻ്റെ രാത്രി നല്ല രീതിയിൽ
എൻ്റെ പ്രിയപ്പെട്ടവരെ അന്നത്തെ ദിവസം ഉപയോഗപ്പെടുത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യേകിച്ച് പറഞ്ഞതാണ്, ഇജ്തഹിദ് ഫി ഹാദിഹിൽ ലൈല ഫഇന്ന ഫീഹാ തുഖ്ദൽ ഹവായിജ്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്ന രാത്രിയാണ്. എന്താവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ അന്നത്തെ രാത്രി അള്ളാഹു അത് ഏറ്റെടുക്കുകയും അള്ളാഹു അത് പൂർത്തീകരിച്ച് നൽകുകയും ചെയ്യും. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല എല്ലാ പ്രയാസങ്ങളും തൊട്ട് അള്ളാഹു കാക്കട്ടെ. ഒരുപാട് ആളുകൾ രോഗികളുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. എല്ലാവർക്കും അള്ളാഹു ശിഫയും ശമനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ഒരു അറിവ് മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അവരുടെ ജീവിതത്തിൽ ഇൻഷാ അല്ലാഹ് ഇത് പകർത്തുകയാണെങ്കിൽ എത്തിച്ചു കൊടുത്തവർക്കും അതിൻ്റെ പരിപൂർണ്ണ പുണ്യം കിട്ടുമെന്നാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.